കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഇവിടെ പയ്യന്നൂരിൻ്റെ മണ്ണിൽ നടക്കുമ്പോൾ അതിൻ്റെ തനതായ രീതിയിൽ ആതിഥ്യ മര്യാദയോടുകൂടി തന്നെ ഇവിടെ ഒക്കെയും റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ സംഘാടകർ. എടുത്തു പറയേണ്ട ഒരു കാര്യം, എടുത്തു പറയേണ്ട ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് റിസപ്ഷൻ കമ്മിറ്റിയാണ്. റിസപ്ഷൻ കമ്മിറ്റി ഒരു ഒഫീഷ്യലി ലുക്ക് കൊടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം റിസപ്ഷൻ കമ്മിറ്റിയുടെ എല്ലാ പരിപാടികളും അവരെല്ലാ രീതിയിലും തന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റിസപ്ഷൻ കമ്മിറ്റിയുടെ തൊട്ടടുത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവും. ഒരു അലങ്കരിച്ച് തന്നെ ഒരു അട്രാക്ഷൻ ഉള്ള രീതിയിലാണ് കമ്മിറ്റി ഓഫീസ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അവർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു. നമ്മുടെ ഈ ഒരു റിസപ്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്തൊരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ പയ്യന്നൂരിൻ്റെ മണ്ണിൽ ഈ ഇങ്ങനൊരു കലോത്സവ മാമാങ്കം വന്ന് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രൗഢിയോടുകൂടി തന്നെ പയ്യന്നൂർക്കാരൊക്കെയും തന്നെ അതിനെ ആ രീതിയിലാണ് ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ ഒരു കലോത്സവത്തിന് വേദി ഒരുക്കിയിട്ടുള്ളത്, ഈ മണ്ണ് ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ റിസപ്ഷൻ കമ്മിറ്റിയുടെ പ്രത്യേകതയൊക്കെയും റിസപ്ഷൻ കമ്മിറ്റീൻ്റെ ചുമതലയുള്ളവരോട് തന്നെ ചോദിച്ചറിയുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ചെയർമാൻ, റിസപ്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ സി ജയ മാമിനോട് തന്നെ നമുക്ക് ചോദിക്കാം. പയ്യന്നൂരിൻ്റെ ഒരു പൈതൃകം അനുസരിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഒരു സ്വീകരണം നമ്മൾ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനെയും എല്ലാ തരത്തിലും പരിഗണിച്ചുകൊണ്ട് നല്ലൊരു സ്വീകരണം തന്നെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു പരാജയം അല്ലെങ്കിൽ ഒരു വീഴ്ച നമ്മൾ പറയില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സംഘാടനം എന്ന് ഈ റിസപ്ഷൻ കമ്മിറ്റിയെ ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ബഹുമാനപ്പെട്ട MLA ഇതിൻ്റെ ആധികാരികമായിട്ട് ഇതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ മികച്ച സംഘാടനം തന്നെയാണ് പയ്യന്നൂരിനകത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുഴുവൻ ജനപ്രതിനിധികളും അതുപോലെ പൊതുപ്രവർത്തകരും എല്ലാവരും ടീച്ചേഴ്സും അടക്കം ഏറ്റവും മനോഹരമായിട്ട് ഓരോ സംഘാടനത്തിലും അതിപ്പോൾ റിസപ്ഷൻ കമ്മിറ്റി ആയാലും നന്നായിട്ട് അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ബാക്കി ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മുജീബ് മാഷ് കൺവീനർ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആധികാരികമായിട്ട് സംസാരിക്കും. ഏതായാലും വളരെ സന്തോഷമുണ്ട്. പിന്നെ കൺവീനർ എന്ന നിലയിൽ ഇങ്ങനെ ഒരു റിസപ്ഷൻ കമ്മിറ്റി ഒരുക്കാൻ സന്തോഷമുണ്ട്. മാസീവ് സപ്പോർട്ട് നമ്മുടെ ജയ മേഡത്തിനുണ്ട്. അതിൽ വേറെ ഒരു താല്പര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒരു ടീം വർക്കാണ്. ഇതിൻ്റെ വിജയമെന്നുള്ളത് സ്ട്രോങ് ടീം വർക്കാണ്. അതെല്ലാവർക്കും പ്രചോദനമാവട്ടെ ഭാവിയിലെന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഈ റിസപ്ഷൻ കമ്മിറ്റിയിൽ ഈ ഒരു സോഫ സെറ്റ് അലങ്കാരമല്ലാതെ ഇവിടെ നമ്മുടെ കോഫി മെഷീൻസ് ഒക്കെ റെഡിയാണെന്നൊക്കെ കേട്ടു. പൊതുവെ മെഷീൻ റെഡി ആയതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. ഏത് സമയത്ത് ചായ ചൂടോടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല കാപ്പിയുണ്ട്. എല്ലാവരും വളരെ സന്തോഷമാണ്. പിന്നെ അത് സ്പോൺസർ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത് ഫാറൂഖ് മെട്രോ ആണ്. പിന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് ഉണ്ട്, സഹായമുണ്ട്. മറ്റ് സ്ഥലത്ത് ജില്ലകളിൽ കിട്ടാത്ത സഹായമാണ് ഇപ്പോൾ ഇവരെടുക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റിസപ്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ കൺവീനറും ചെയർമാനും ഒക്കെ പറഞ്ഞു ഫറൂഖ് മെട്രോനെ കുറിച്ച്. അപ്പോൾ ഈ റിസപ്ഷൻ കമ്മിറ്റി അംഗം കൂടിയായ ഫറൂഖ് സാറിന് പറയട്ടെ, എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഒരു കലോത്സവത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു റിസപ്ഷൻ കമ്മിറ്റി സെറ്റ് ചെയ്ത് വെച്ചത് കാണുമ്പോൾ? വളരെ സന്തോഷം. ഞാൻ കമ്മിറ്റിയിലുള്ള മെമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മളെ ജയ മാഡവും മുജീബ് മാഷും പറഞ്ഞതനുസരിച്ച് നമുക്ക് റിസപ്ഷൻ കമ്മിറ്റിയാണ് നമുക്ക് കിട്ടിയത്. അപ്പം അത് മീറ്റിങ്ങിൽ തന്നെ ഞാൻ നന്നാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് പയ്യന്നൂരിനൊരു ആതിഥ്യ മര്യാദയുണ്ട്, അത് നമ്മൾ പാലിച്ചെന്നുള്ളൂ. അതിനനുസരിച്ച് ഇവിടെ നല്ല നീറ്റാക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. വരുന്ന അതിഥികൾക്ക് നമ്മൾ കോഫി, ചായ, സ്നാക്സ് ഫുൾ ടൈം കൊടുക്കുന്നുണ്ട്. അതുപോലെ വെള്ളം കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ നമ്മൾ മുമ്പിൽ തന്നെ ഒരു ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ആംബുലൻസ് 1-2 പ്രാവശ്യം കൊണ്ടുപോയി അതിന് ആംബുലൻസും അതിൻ്റെ സർവീസിന് ഒരാളെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ വന്ന എല്ലാ വിസിറ്റേഴ്സും എല്ലാവരും പറയാറുണ്ട്, കാരണം ഇതൊരു കല്യാണ വീടാണോ എന്ന് അവർക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അതിന് നമ്മുടെ ഈ സംഘാടക കൺവീനറും ചെയർമാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത്രയും നല്ലൊരു ഇതിലേക്ക് വന്നത്. അതിന് എല്ലാവർക്കും ഈ കമ്മിറ്റിൻ്റെ എല്ലാവരും അതിന് പൂർണ്ണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇവിടെ കലോത്സവ നഗരിയിൽ നിന്നും നെറ്റ്വർക്ക് ചാനലിന് വേണ്ടി ക്യാമറ പേഴ്സൺസ് അഗ്നിവേഷനും നികേഷ് താവത്തിനുമൊപ്പം ചാന്ദിനി.